പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മൂസ അലൈഹിസ്സലാമിൻ്റെ കഥ നമ്മൾ വീണ്ടും തുടരുകയാണ്. ഒരു വലിയ ഗ്രൗണ്ടിൽ ഫിർഔൻ ഇങ്ങനെ മജീഷ്യൻസിനെ മുഴുവൻ വിളിച്ച് അണികളാക്കി നിർത്തി മത്സരം ആരംഭിക്കാനുള്ള കൽപ്പന പുറപ്പെടുവിച്ചു. ഒരു ടീം മജീഷ്യൻസ് ആണെങ്കിൽ ദ ഓപ്പോസിറ്റ് ടീം ഇസ് മൂസ അലൈഹിസ്സലാം ആൻഡ് ഹാറൂൻ അലൈഹിസ്സലാം. മത്സരം അങ്ങനെ തുടങ്ങാൻ പോവുകയാണ്. ആഭിചാരകന്മാർ ഓർ ദ മജീഷ്യൻസ് എല്ലാവരും മൂസ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഖാലു യാ മൂസ, അവർ പറഞ്ഞു, അല്ലയോ മൂസ, ഇമ്മ അൻ തുൽഖിയ വ ഇമ്മ അൻ നകൂന അവ്വല മൻ അൽഖ. മൂസ, നീ എറിയുന്നുവോ അതല്ല ഞങ്ങൾ തന്നെ ആദ്യം എറിയട്ടെ? ഈ ക്വസ്റ്റ്യൻ അവർ ശരിക്കും മൂസ അലൈഹിസ്സലാമിനോട് ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ വാർഫെയറിന്റെ ഭാഗമായിട്ടാണ് ചോദിക്കുന്നത്. മൂസ നബിയെ കൺഫ്യൂസ്ഡ് ആക്കുക എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും ഞങ്ങൾക്കതൊരു പ്രശ്നമേ അല്ല, വി ഡോണ്ട് ആക്ച്വലി കെയർ എന്നാണ് മജീഷ്യൻസ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദേ വർ ഗ്യാരണ്ടി ടു വിൻ. ബട്ട് മൂസ അലൈഹിസ്സലാം പൂർണ്ണമായിട്ടുള്ള സെർട്ടൻറ്റിയോടെ, കോൺഫിഡൻസോടെ, കാമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ആ ഭാഗവും തുടർന്ന് അങ്ങോട്ടുള്ളൊരു 2 ആയത്തുകളും നമുക്കൊന്ന് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖാല ബൽ അൽഖൂ ഫഇദാ ഹിബാലുഹും വഅസിയ്യുഹും യുഖയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം أنها تسعى فأوجس في نفسه خيفة موسى قلنا لا تخف إنك أنت الأعلى صدق الله العلي العظيم. قال بل ألقوا. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഇല്ല, നിങ്ങൾ തന്നെ എറിഞ്ഞുകൊള്ളുക. ഫഇദാ ഹിബാലുഹും വഅസിയ്യുഹും, അങ്ങനെ അവരുടെ കയറുകളും വടികളും, യുഖയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നഹ തസ്ആ, പെട്ടെന്നതാ ആഭിചാര പ്രയോഗത്താൽ ഇഴഞ്ഞു നടക്കുന്നതായി മൂസാക്ക് തോന്നി. ഫഔജസ ഫീ നഫ്സിഹി ഖീഫതൻ മൂസ, മൂസ ഉള്ളിൽ ഭയന്നുപോയി. ഖുൽന ലാ തഖഫ്, നാം പറഞ്ഞു, ഭയപ്പെടേണ്ട. ഇന്നക അൻതൽ അഅല, നീ തന്നെയാണ് ജയിക്കുക. അപ്പോൾ മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഖാല ബൽ അൽഖൂ, മൂസ പറഞ്ഞു, നിങ്ങൾ എറിയാനുള്ളത് എറിഞ്ഞുകൊള്ളൂ. യു ബിഗിൻ ഫസ്റ്റ് ആൻഡ് ത്രോ വാട്ട് യു ഹാവ് ഓഫ് മാജിക്. നിങ്ങൾ എന്തായാലും തോൽക്കാനുള്ളവരാണ് എന്ന കോൺഫിഡൻസിൽ, ആ രൂപത്തിലായിരുന്നു മൂസ അലൈഹിസ്സലാമിൻ്റെ മറുപടി എന്ന് പറയുന്നത്. യു നോ വൈ? എവിടെ നിന്നാണ് ആ ഒരു കോൺഫിഡൻസ് ഉള്ളത്? ബിക്കോസ് അള്ളാഹുവായ രക്ഷിതാവിൽ ഭരമേൽപ്പിച്ചവനായിരുന്നു മൂസ നബി അലൈഹിസ്സലാം. അള്ളാഹുവിൻ്റെ സഹായത്താൽ വിജയം ലഭിക്കും എന്ന് മൂസ നബിക്ക് ഉറപ്പുണ്ടായിരുന്നു. മജീഷ്യൻസ് ആണെങ്കിലോ, അവർ ഫിർഔനിനെ ആരാധിക്കുന്നവരും ബിഇസ്സതി ഫിർഔൻ ഇന്നാ ലനഹ്നുൽ ഗാലിബൂൻ എന്ന് പ്രഖ്യാപിച്ചവരുമാണ്. ഫിർഔനിൻ്റെ മഹത്വം കൊണ്ട്, ഫിർഔനിൻ്റെ പ്രതാപം കൊണ്ട് ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ്. ഒരിക്കലും നശിക്കാത്ത എറ്റേണലായ അള്ളാഹുവിനെ എല്ലാം ഏൽപ്പിക്കുന്ന ഒരാളും വെറും മനുഷ്യനായിട്ടുള്ള, മരിച്ചു പോകുന്നതോടെ തീരുന്ന ഒരു ഫിർഔനിനെ എല്ലാം തവക്കുൽ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഹു വിൽ ബി മോർ കോൺഫിഡൻറ്റ്? നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? സോ മജീഷ്യൻസിൻ്റെ കയ്യിൽ നമ്മൾ ആയത്തിൽ വായിച്ചതുപോലെ ഒരുപാട് വടികളും കയറുകളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കയ്യിലുള്ളതൊക്കെ, എല്ലാ വടികളും കയറുകളും എല്ലാം ആ അണിനിരന്ന് നിൽക്കുന്ന മുഴുവൻ ആളുകളുടെ മുമ്പിൽ നിലത്തിട്ടു. മജീഷ്യൻസ് അത് നിലത്തേക്ക് ഇട്ടപ്പോഴേക്കും മൂസ അലൈഹിസ്സലാമിനും അതുപോലെ അവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ജനങ്ങൾക്കും ഇവയൊക്കെ ഇങ്ങനെ ഇഴയുന്നതായിട്ട് തോന്നുകയാണ്. മുഴുവൻ വടികളും കയറുകളുമൊക്കെ ഇഴയുന്നതായി, അനങ്ങുന്നതായി തോന്നി. ശരിക്കും അതൊക്കെ സ്റ്റിൽ വെറും കയറും വടിയും ഒക്കെ തന്നെയാണ്. ബട്ട് അവിടെ കൂടിയിട്ടുള്ള എല്ലാ ആളുകൾക്കും അവയൊക്കെ അനങ്ങുന്നതും ഇഴയുന്നതുമായി ഫീൽ ചെയ്തു. ഇറ്റ് വാസ് ആൻ ഇമാജിനറി മാജിക്. അതിന് ശരിക്ക് റിയാലിറ്റിയുമായിട്ടൊരു ബന്ധവുമില്ല. ആളുകളിൽ ഇങ്ങനെ ഭയം നിറച്ചിട്ട്, ഇസ്തർഹബൂഹും എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഭയം നിറയ്ക്കുകയാണ് ചെയ്തത്. ആ ഭയം നിറച്ചിട്ട് ദേ വർ ട്രിക്കിംഗ് ദ ഐസ്. ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നത് സിഹ്റുൻ അലീം എന്നാണ്. വലിയ മന്ത്രവാദമായിരുന്നു അത് എന്നാണ്. ഭീകരമായ, ആളുകളെ ഭയപ്പെടുത്തുന്ന, കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു കൈൻഡ് ഓഫ് മാജിക് ആയിരുന്നു അവരവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ജനങ്ങളെ ഭയപ്പെടുത്താനും അവരെ മാനസികമായി ഇൻഫ്ലുവൻസ് ചെയ്യിക്കാനും മജീഷ്യൻസിന് സാധിച്ചത്. അങ്ങനെ ആ ഭയം കൊണ്ട്, അത്തരത്തിലുള്ളൊരു ഇൻഫ്ലുവൻസ് കൊണ്ട് their eyes were bewitched. അവരുടെ കാഴ്ചയൊക്കെ ആകെ ട്വിസ്റ്റായിപ്പോയി, ഡിസ്റ്റോർട്ടഡ് ആയിപ്പോയി. അവരുടെ കാഴ്ചകൾ അതിൽ മയങ്ങിപ്പോയി. ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, കേട്ടിട്ടുണ്ടാവില്ലേ? അങ്ങനെ ആ ഇല്യൂഷനിലൂടെ ചലനമില്ലാത്ത കയറുകളെ
ചലിക്കുന്ന പാമ്പുകളായി കാണാൻ അതിടയാക്കി എന്നുള്ളതാണ്. മൂസാ നബി അലൈഹിസ്സലാമിന് വരെ അങ്ങനെ തോന്നുകയും ഒരു നിമിഷം മൂസാ നബി വരെ പകച്ചു പോവുകയും പേടിച്ചു പോവുകയും ചെയ്തു. പക്ഷെ ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെ ആശ്വസിപ്പിച്ചത് എങ്ങനെയെന്ന് നമ്മൾ കേട്ടില്ലേ? ഖുൽനാ ലാ തഖഫ് ഇന്നക അൻതൽ അഅല. ഖുൽനാ, നാം പറഞ്ഞു, ലാ തഖഫ്, മൂസ നീ പേടിക്കണ്ട, ഇന്നക അൻതൽ അഅല, അവരുടെ മന്ത്രവാദത്തെയോ കയറുകളെയോ വടികളെയോ ഇതൊന്നും കണ്ടിട്ട് നീ ഭയപ്പെടേണ്ട, നീയാണ് ഉന്നതൻ. അവരുടെ തന്ത്രത്തെ നീ ഭയക്കണ്ട, ആ ആൾക്കൂട്ടത്തെ കണ്ട് നീ പേടിക്കണ്ട. അഹങ്കാരിയും ഗർവിയുമായിട്ടുള്ള ഫിർഔനിന്റെ പ്രതാപം കണ്ടിട്ട് നീ പേടിച്ച് വിറയ്ക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം നീയാണ് ഉന്നതൻ. അവിടെ ഹാജറുള്ള മുഴുവൻ ജനങ്ങളെക്കാളും എല്ലാവരെക്കാളും നീ ഉയർന്നവനാണ്. കാരണം നിന്റെ കൂടെ ഉന്നതനായിട്ടുള്ള അൽ അഅലയായിട്ടുള്ള അള്ളാഹു ഉണ്ട് എന്നുള്ളതാണ്. ഇത് കേൾക്കുന്ന മാത്രയിൽ മൂസാ നബി അലൈഹിസ്സലാം ഹി ബിക്കേം മോർ കോൺഫിഡൻറ്റ് ഇനഫ് ടു സേ, ഉറപ്പായിട്ടും നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള മാജിക്കിനെ അള്ളാഹു നിഷ്ഫലമാക്കി കളയും. അപ്പോൾ എന്നും മജീഷ്യൻസിനോട് പറയാണ്, നിങ്ങൾ ഈ മാജിക് കൊണ്ട് വന്നിട്ട് കാര്യമില്ല. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ആ ഒരു ശ്രമം തുടങ്ങുന്നതിന് മുമ്പ് മജീഷ്യൻസിനോട് പറയാണ്, നിങ്ങൾ എന്ത് തന്നെ കൊണ്ടുവന്നാലും നിങ്ങളുടെ വ്യാജമായിട്ടുള്ള ഈ മാജിക്കിനെ അള്ളാഹു നിഷ്ഫലമാക്കുക തന്നെ ചെയ്യും. അങ്ങനെ അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം മൂസാ നബി തൻ്റെ വലത് കയ്യിലുള്ള ആ ഒരു വടി അല്ലേ, അതിങ്ങനെ കയ്യിലേന്തി ഫുൾ ഓഡിയൻസ് അത്യന്തം ആകാംക്ഷയോടെ ക്യൂരിയസ് ആയിട്ട് മൂസ അലൈഹിസ്സലാം എന്ത് ചെയ്യും എന്നിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ പാമ്പുകളെപ്പോലെ ഓടിക്കൊണ്ടിരിക്കുന്ന കുറേയധികം കയറുകളും വടികളും ഒക്കെ ഉണ്ടായിരുന്നല്ലേ അല്ലേ, അവരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇഴയുന്ന വടികളും കയറുകളും അതൊക്കെ പാമ്പാണെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. സോ അതോടൊപ്പം തന്നെ ദേ ഹാഡ് ഹേർഡ് അബൌട്ട് ദ വുഡൻ സ്റ്റാഫ് ഓഫ് മൂസ അലൈഹിസ്സലാം. ആ മൂസയുടെ വടി ഒരു പാമ്പായി മാറും എന്നൊക്കെ അവർ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇഴഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത്രയും പാമ്പുകൾക്ക് മുമ്പിൽ മൂസയുടെ ഒരു വടി, അതിപ്പോൾ എന്ത് ചെയ്യാനാണ്? ഇനിയിപ്പോൾ ഇതിലും വലിയ എന്ത് മാജിക്കാണ് മൂസാക്ക് ഇവിടെ കൊണ്ടുവരാൻ കഴിയുക എന്ന് നോക്കി ആകാംക്ഷയോടെ നിൽക്കുന്ന ആളുകളുടെ മുമ്പിൽ മൂസ അലൈഹിസ്സലാം ഓൺ ദാറ്റ് പീക്ക് ടൈം ഡ്രോപ്ഡ് ഹിസ് സ്റ്റാഫ്. ആ വടി താഴെ ഇട്ടു. യു നോ വാട്ട് ഹാപ്പൻഡ്? അത് ശരിക്കും ഒരു പാമ്പായി മാറി. എന്ന് വെച്ചാൽ ഇതുവരെയുള്ളത് അല്ലെ മായാജാലമായിരുന്നു, ആളുകളെ തോന്നിപ്പിച്ചതായിരുന്നു. പക്ഷെ മൂസയുടേത് ശരിക്കും ഒരു പാമ്പായി എന്ന് മാത്രമല്ല, അവിടെ വലിയ അത്ഭുതം സംഭവിച്ചു. മൂസ അലൈഹിസ്സലാമിൻ്റെ പാമ്പ് മജീഷ്യൻസിൻ്റെ കയറുകളിലേക്കും വടികളിലേക്കുമൊക്കെ പാഞ്ഞെടുത്ത് അവ ഓരോന്നോരോന്നായി വിഴുങ്ങാൻ തുടങ്ങി എന്നുള്ളതാണ്. ഫഇദാ ഹിയ തൽഖഫു മാ യഅഫികൂൻ എന്നാണ് സൂറത്ത് ശുഅറായിൽ അള്ളാഹു ആ ഒരു സംഭവത്തെ പ്രയോഗിച്ചിട്ടുള്ളത്. ഇഫ്ക് മാ യഅഫികൂൻ എന്നല്ലേ. ഇഫ്ക് എന്ന് പറഞ്ഞാൽ കള്ളം, കെട്ടിച്ചമച്ചത്, ഫേക്കായത് എന്നൊക്കെയാണ് അർത്ഥം. എന്ന് വെച്ചാൽ അപ്പോൾ ഫേക്കായിട്ടുള്ള ആ പാമ്പുകളെ മുഴുവൻ മൂസ അലൈഹിസ്സലാമിൻ്റെ പാമ്പ് വളരെ വേഗത്തിൽ പിടികൂടി വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് അർത്ഥം. തൽഖഫു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോയി അത് വിഴുങ്ങുക, അല്ലെങ്കിൽ കൈക്കലാക്കുക, റാഞ്ചുക, എന്നിട്ട് അതിനെ പിടിയിലാക്കുക. അത് കൈകൊണ്ടായാലും നാവ് കൊണ്ടായാലും വായ കൊണ്ടായാലും അകത്താക്കുക എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മജീഷ്യൻസിൻ്റേത് വെറും മാജിക് ആയിരുന്നു, ഇറ്റ് വാസ് നോട്ട് റിയൽ എന്നുള്ളതാണ്. എന്നാൽ മൂസ നബി അലൈഹിസ്സലാമിൻ്റേത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം റിയൽ ആയിട്ടുള്ള പാമ്പായി മാറുകയും ചെയ്തു. സോ ഓക്കെ, നൗ ഇമാജിൻ ദിസ്. ഒരുപാട് കയറുകളും വടികളും മജീഷ്യൻസ് കൊണ്ടുവരികയും അവയൊക്കെ അല്ലെ ടൺ കണക്കിന് എന്നൊക്കെ നമുക്ക് വിശദീകരണങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ അതിങ്ങനെ ഗ്രൗണ്ടിലേക്ക് എറിയുകയും ചെയ്തിരുന്നു അല്ലേ. ഇത് മുഴുവൻ പാമ്പായി മാറിയതായിട്ട് ആളുകൾക്ക് ഫീൽ ചെയ്തു. ഈ മുഴുവൻ വസ്തുക്കളെയും മൂസാ നബിയുടെ പാമ്പ് വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ വിഴുങ്ങിയെങ്കിൽ അത്ര വലിയൊരു പാമ്പിനെ കണ്ടു നിൽക്കുന്ന ഒരു ഓഡിയൻസ് എത്രമാത്രം ഞെട്ടിയിട്ടുണ്ടാകും എന്ന് ആലോചിച്ച് നോക്കൂ. ആ ഞെട്ടൽ മാറുന്നതിന് മുമ്പ് തന്നെ എന്ത് സംഭവിച്ചെന്നറിയോ? പെട്ടെന്ന് തന്നെ ആ പാമ്പ് അതിൻ്റെ പഴയ പോലെ തന്നെ മൂസ അലൈഹിസ്സലാമിൻ്റെ വലത് കൈയിലെ വടിയായി മാറുകയും ചെയ്തു എന്ന്. ദെൻ their amazement and shock were multiplied എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു പേടിയുമില്ലാതെ മൂസാ നബി അലൈഹിസ്സലാം ഇത്രയും ആളുകളുടെ മുമ്പിൽ എന്ത് ചെയ്തു? ആ വടി തിരികെ എടുത്ത് കയ്യിൽ പിടിച്ചു. പാമ്പായിരുന്ന വടിയാണ് അല്ലേ, അത് കയ്യിലെടുത്ത് പിടിക്കുകയും അത് അതിൻ്റെ ഒറിജിനൽ അവസ്ഥയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അള്ളാഹു കൂടെയുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് മൂസ അലൈഹിസ്സലാം ഇതൊക്കെയും ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ സഹായം മൂസാ നബിക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. സോ ത്രൂ ദിസ് മൂവിങ് സീൻ അള്ളാഹു സത്യത്തിന് വിജയം നൽകുകയും അസത്യത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ ബാത്തിലായത് എന്തോ അത് പരാജയപ്പെട്ടു. എപ്പോഴും അങ്ങനെയാണ് അല്ലേ, സത്യം മാത്രമാണ് വിജയിക്കുക. ഫവഖഅൽ ഹഖ്ഖു വബതല മാ കാനൂ യഅമലൂൻ. സത്യം സംഭവിക്കുകയും അവർ ചെയ്തു കൂട്ടിയിട്ടുള്ളതൊക്കെ
നിഷ്ഫലമാവുകയും ചെയ്തു എന്നുള്ളതാണ്. ജനങ്ങളെ ഒരുക്കിക്കൂട്ടിയതും മന്ത്രവാദികളെ സംഘടിപ്പിച്ച് കൊണ്ടുവന്നതും മുതൽ മന്ത്രവാദികളെ, ഈ മജീഷ്യൻസിൻ്റെ മന്ത്രങ്ങളെ ആ ജീവനുള്ള വടി വിഴുങ്ങിയത് വരെയുള്ള അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും തകരുകയും ഇല്ലാതാവുകയും ചെയ്തു എന്നുള്ളതാണ്. അതോടെ അവർ പരാജയപ്പെടുകയും അങ്ങേയറ്റം നിസ്സാരരായി മാറി, നിന്ദിതരായി മാറി, അപമാനിതരായി മാറി. അള്ളാഹു അഹങ്കാരിയും സ്വേച്ഛാധിപതിയുമായിട്ടുള്ള ഫിർഔനിനെ ശരിക്കും അവിടെ പരാജയപ്പെടുത്തി. അതും പരാജയപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, അവിടെയുള്ള മുഴുവൻ ജനങ്ങളുടെയും മുമ്പിൽ വെച്ചാണ് ഫിർഔൻ തോറ്റത്, പരാജയപ്പെട്ടത്. ഏതായാലും ഇതൊക്കെ കണ്ടു നിന്ന മജീഷ്യൻസിൻ്റെ റെസ്പോൺസ് ആണ് ഇവിടെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത്. എന്തെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ കണ്ടു നിൽക്കുന്ന മജീഷ്യൻസ് അവിടെ ആകെ അത്ഭുതം കൂറി നിൽക്കുകയാണ്. മൂസ ചെയ്യുന്നതും ശരിക്കും മാജിക് ആണെങ്കിൽ അവർക്കത് തിരിച്ചറിയുമല്ലോ, ഏതാണ് ആഭിചാരം ഏതാണ് ഫേക്ക് എന്ന്. അവർ ചെയ്യുന്നത് മാജിക് ആയതുകൊണ്ട് അവർക്കത് തിരിച്ചറിയും. പക്ഷെ ഇത് മാജിക് അല്ല, മന്ത്രവാദമല്ല, മറിച്ച് യാഥാർത്ഥ്യമാണ് എന്ന് ആ മജീഷ്യൻസ് ഒക്കെ തിരിച്ചറിഞ്ഞു. അവരുണ്ടാക്കിയിട്ടുള്ള ഫേക്ക് പാമ്പുകളെ ഒക്കെ വിഴുങ്ങണമെന്നുണ്ടെങ്കിൽ മൂസ അലൈഹിസ്സലാമിൻ്റെ ഈ കഴിവിന് പിന്നിൽ ഒരു വലിയ ശക്തി ഉണ്ട് എന്നവർക്ക് മനസ്സിലാവുകയാണ്. മൂസ പറയുന്ന ആ റബ്ബുണ്ടല്ലോ, അല്ലായിട്ടുള്ള റബ്ബ്, അത് സത്യമാണ് എന്നും അവർക്ക് ബോധ്യപ്പെടുകയാണ്. വടിയെ പാമ്പാക്കി മാറ്റിയത് മൂസയല്ല, മറിച്ച് അതിൽ ജീവൻ ഊതിയിട്ടുള്ള സ്രഷ്ടാവായിട്ടുള്ള അള്ളാഹുവാണ് എന്ന് അവിടെ കൂടിയിരുന്ന ഈ മായാജാലക്കാർക്കൊക്കെ മനസ്സിലായ സത്യം വിളിച്ചു പറഞ്ഞാൽ ശരിക്കും എന്ത് സംഭവിക്കും? അവരുള്ളത് എവിടെയാണ്? ഫിർഔനിൻ്റെ മുമ്പിലാണല്ലേ. മനസ്സിലായിട്ടുള്ള സത്യം വിളിച്ചു പറഞ്ഞാൽ ഫിർഔൻ നമ്മളെ ശിക്ഷിക്കുമോ, ഫിർഔൻ നമ്മളെ കൊല്ലുമോ എന്നൊന്നും ആലോചിക്കുക പോലും ചെയ്യാതെ മാജിക് കാണിച്ചാൽ ഞങ്ങൾക്ക് എന്ത് പ്രതിഫലം തരും എന്ന് ഫിർഔനിനോട് ചോദിച്ചിരുന്ന അതേ മജീഷ്യൻസ് തന്നെ ധീരരായി നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല, ലോകരക്ഷിതാവായ അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്തു വീണു എന്നുള്ളതാണ്. അവർ പറഞ്ഞു, ഖാലു ആമന്നാ ബിറബ്ബിൽ ആലമീൻ റബ്ബി മൂസ വ ഹാറൂൻ. ഖാലു ആമന്ന, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു, ബിറബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെ രക്ഷിതാവായ റബ്ബിനോട്. ആരുടെയും കൂടിയാണ്? റബ്ബി മൂസ വ ഹാറൂൻ, മൂസയുടെയും ഹാറൂനിൻ്റെയും റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഫിർഔനാണ് റബ്ബ് എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാണല്ലേ ഫിർഔൻ ചെയ്തു കൂട്ടിയത്, മായാജാലക്കാരൊക്കെ ചെയ്തു കൂട്ടിയത്, അവിടെയുള്ള പ്രമാണിമാർ ചെയ്തു കൂട്ടിയത്. പക്ഷെ അതൊക്കെ ഒരൊറ്റ സംഭവം കൊണ്ട് പൊളിഞ്ഞുപോയി. ഫിർഔനിനും കൂട്ടർക്കും സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു ഉന്നതിയിലാണ് ഇപ്പോൾ ആ മജീഷ്യൻസ് എത്തി നിൽക്കുന്നത്. ആരും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അവരെല്ലാവരും അള്ളാഹുവിൽ വിശ്വസിക്കുകയും സുജൂദ് ചെയ്യുകയും ചെയ്തു. മൂസയും ഹാറൂനും ദൂതന്മാരാണ് എന്നും അവർ പറഞ്ഞിട്ടുള്ള അള്ളാഹു സത്യമാണ് എന്നും ഹൃദയത്തിൽ ഉൾക്കൊണ്ട് അവർ അള്ളാഹുവിൽ വിശ്വസിച്ചു, അല്ലെ? ആമന്ന എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ ക്രിയേച്ചേഴ്സിനോടുള്ള, ഫിർഔനിനെ പോലെയുള്ള ക്രിയേച്ചേഴ്സിനോടുള്ള അടിമത്തത്തിൽ നിന്ന് ക്രിയേറ്ററായ, സ്രഷ്ടാവായ അള്ളാഹുവിനോടുള്ള ആരാധനയിലേക്ക് അവർ സ്വയം മോചിതരായി എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള സംഭവങ്ങളാണ്, കഥകളാണ് എങ്കിൽ പോലും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചരിത്രങ്ങളുടെ പുറകെ പോകുമ്പോൾ ശരിക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള, സർപ്രൈസിങ് ആയിട്ടുള്ള പലതും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ഇവയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും എന്തിന് ക്യൂ സ്പോട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ തുടങ്ങിയിട്ടുള്ളതും വിശുദ്ധ ഖുർആനിനെ വായിക്കാനും ആഴത്തിൽ പഠിക്കാനും നിങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ്. സോ വിശുദ്ധ ഖുർആൻ പഠിച്ച് ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.